നേരം നോക്കിയിരിക്കണ്. ഇതപ്പോഴ പൊട്ടിക്ക പൊടന്ന് പാതിരാത്രിക്ക് അവന്റെ അമ്മൂമ്മയുടെ ഒരു പടക്കം എടുത്തൊക്കെയാണത്. എന്റെ പൊന്നുമോനെ അതൊക്കെ വല്ല കനത്തിൽ കിട്ടുന്ന വീട്ടിലിട്ട് പൊട്ടിക്ക. അങ്ങനെ കനത്രങ്ങളല്ല, ഈ കോണം കൊണ്ടുപോയി മാത്രം ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ ഉണ്ണിക്കണൻ ഇറക്കണം. ഉണ്ണിക്കണൻ അവിടെ എവിടെ എടാ, ഉണ്ണിക്കണനെ കൊണ്ട് നാട്ടുകാരെ പോയി നിർത്തിയാണ്ടല്ല, കൈ നിറയെ വെണ്ണ തരാം കവിളിലൊരുമ്മ തരാം. ആ ഉമ്മ നീ അങ്ങ് കുച്ചാ മതി. എടാ കൈ നീട്ടം കിട്ടുള്ളൂ. നമ്മുടെ നാട്ടുകാരല്ലേ കൈന്നിട്ട് കിട്ടാണ്ട് പോയിക്കോ. എടാ മണ്ടന്മാരെ, അതിലല്ലേ നമ്മളാ കൃഷ്ണ ഇറക്കിയിരിക്കണേ. ആ കൃഷ്ണ അവിടെ എവിടെ എവിടെ എവിടാ? എടാ കൊണക്കണ്ട കൃഷ്ണ പള്ളിയില. കൃഷ്ണനെന്ത് പള്ളിയിലാ? ഇനി അവിടെയും പോയിട്ട് കണി വെക്കണം. നമുക്ക് അവിടെ പൊട്ടിക്കാം. ഇവരെന്താ പടക്കത്തിനുണ്ടായതാ? പൊട്ടിക്കാം. നമ്മുടെ ആ ലിറ്റിൽ കൃഷ്ണല്ലേ, അവനും എത്തിക്കോട്ടെ. എത്തുമായിരിക്കില്ലേ? ഞാൻ എന്തായാലും കൃഷ്ണൻ മാപ്പ് കൊടുക്കാം. എടാ നീ കൃഷ്ണന് മാപ്പ് കൊടുക്കാനാ? എടാ നിന്നെ പടച്ചുവിട്ടാണ് കൃഷ്ണന് ഞങ്ങളല്ലടാ മാപ്പ് കൊടുക്കണ്ടേ? മാപ്പല്ല, വെക്കേഷൻ. ലൊക്കേഷൻ ലൊക്കേഷൻ. ഓ എന്ത് പണ്ടാറിയില്ലേട്ടാ. അതുവരെ എന്ത് ചെയ്യും? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഈ കണിയും കൊണ്ട് ഈ കണിയും കൊണ്ട് പാവപ്പെട്ടവരുടെ വീട്ടിൽ പോകാം. അവിടെ ആകുമ്പോ കാര്യമായിട്ടൊന്നും തടയില്ലല്ലോ. അത് കാശാരുടെ വീട്ടിൽ പോകുമ്പോ അത് കണ്ണനെയും കൊണ്ട് പോകാം. ഏണ്ടായിരിക്കാം. അവിടെ ആകുമ്പോ അത്യാവശ്യം മണീസ് ഉണ്ടാവും. ഒന്ന് കത്തിച്ചാലോ? കൊറേ നേരം വലിക്കുന്നു വിചാരിച്ചിരിക്കും. കൂടുതലും അടിയെന്നൊക്കെ കയറി വന്നിരിക്കും. സാധനം കയ്യിലുണ്ടോ? പിന്നല്ലാണ്ട്. വെക്ക്. ഇവര് പ്രാന്താടാ. കത്തിക്കാൻ പറയാൻ മണ്ണാക്കലാടാ പടക്കം പൊട്ടിക്കണ. നിനക്ക് എന്ത് സുഖാടാ കിട്ടുന്നേ? കണി വെക്കണ്ടേ? പോവാം. ഇതുകൂടിയും ചേർത്ത് 15ാമത്തെ വിടത് കയറണ. എനിക്കും മടുത്തു ഈ പരിപാടി. എനിക്കും എടുത്തു. മടുത്തെങ്കിലും അങ്ങ് വീട്ടിൽ പോയിട്ട് വിശ്വാസിച്ചോ. കാശി ഇടണേ ഇതുപോലെ എടുത്ത് തണ്ടണം. ഞാൻ കൃഷ്ണൻ വന്നാലേ കാര്യമായിട്ട് തടയുള്ളൂ. എവിടെ കൃഷ്ണൻ? വേർ ഈസ് ദ കൃഷ്ണൻ? മലയ ടൂർമലയും കയറി ജനകോടികൾ എത്തുന്നു അവിടുത്തെ തിരുവടി കാണാൻ. കുരിശുമുത്തപ്പോ പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം. ഇനി ആ ലെവലാതെ വന്നില്ലെങ്കിലുണ്ടല്ല, ഞാൻ തന്നെ ഉടുതുണി വെച്ച് കൃഷ്ണന്റെ വേഷം കിട്ടും. എന്തേ സംശയം? ഞാനിപ്പോ ഫാൻസി ഡ്രസ് ഫസ്റ്റ് അടിച്ചിട്ടാ. കൃഷ്ണ എടാ നാറി, എവിടെ പോയി കിടക്കായിരുന്നടാ? നാരിയല്ല, കണ്ണൻ, ഉണ്ണിക്കണ്ണൻ. എന്റെ പൊന്ന് കണ്ണ, നീ ഇത് കണ്ടത്? എന്താടാ അത്? ബസ് സ്റ്റാൻഡില് മൂത്രപ്പുരയുടെ മുമ്പിൽ നിന്ന് കിട്ടിയ കളക്ഷനോ? പിന്നെ അത് പിടിച്ചു പറിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തൊക്കെ പിടിച്ചേ? കൃഷ്ണൻ ഒന്ന് കനിയണം. നോം കനിയാം. നോം കനിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് കനിയണം. കനിയിക്കാം. അതിന് മുന്നേ കുനിയണം. അതല്ല അതല്ലടാ വൃത്തിയേട്ടന്മാരെ. നമ്മള് ഇന്ന് കയറാൻ പോകുന്നത് പട്ടാള സുഗരന്റെ വീട്. പട്ടാള സുഗരന്റെ വീട്ടിൽ വിഷു ആയതുകൊണ്ട് ഒരു കോട്ട ഉണ്ടാവല്ലോ. ഉണ്ടാവും. അപ്പൊ നമ്മളൊന്ന് പാടി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ആ കോട്ട അങ്ങ് ഇങ്ങോട്ട് പോരും. ഐഡിയ? ഗുഡ് ഐഡിയ. ഇനി പടക്കം പൊട്ടിക്കല്ലേ? പടക്കൊന്നും വേണ്ട, ഇയാൾക്ക് പടക്കം പേടിയാ. പട്ടാളത്തിലുണ്ടായിരുന്നിട്ട് ആൾക്ക് പടക്കം പേടിയാന്നാ? ആടാ, നമുക്കപ്പൊ കച്ചേരി തന്നെ പിടിക്കാല്ലേ? കൊഴുപ്പിക്കാം. കൊഴുപ്പിക്കാം. എന്റെ കൃഷ്ണ, കണി വെക്കാൻ വന്ന പിള്ളേരാണാവോ, കൈനീട്ടം വല്ലതും കിട്ടിയ നന്നാവോ. വിഷുവാണേ കള്ളക്കണ്ണ വെണ്ണ കട്ടുപെട്ട് നിക്കണ വിഷുവാണേ, ടച്ച് കെട്ടി പൂട്ടി വെക്കണ വിഷുവാണേ. വിഷുവായിട്ടൊരു കുപ്പി കിട്ടാവോ മോയേട്ടാ സുഗുണേട്ടാ, ആ കുപ്പിയൊക്കെ എടുത്തിട്ട് ഇതിലൊരു ലാഞ്ചൊഴി പ്ലീസ്. തരികേല. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്കിള് മക്കൾക്ക് കൈനീട്ടം തരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. തൃപ്തിയായി വത്സ, തൃപ്തിയായി. കർത്തവത്സനല്ല, വെളുത്ത സുഗുണൻ. ഗുണൻ, സുഗുണൻ. ഒരുപാടുണ്ടല്ലോ, സൂക്ഷിച്ച് ചെലവാക്കണേടാ മക്കളെ.
ചെലവാക്കത്തേ ഇല്ല. അനുഗ്രഹിക്കണില്ലേ? ഇവനെ കൊന്നാല അപ്പൊ പോയാട്ടെ. നശിച്ച് പോടാ നീ നാറി. നല്ലതേ. മിലിറ്ററി ചെറ്റേ. അരമുട്ട് നോക്കിക്ക, വാ പോവാ. കോട്ടയും കിട്ടിയില്ല, ഒരു കോപ്പും കിട്ടിയില്ല. തോട്ടെറിഞ്ഞ് കൊന്നാലോ? ആ എന്നിട്ട് വേണം അങ്ങനെ പേടിച്ച് ചാവാൻ. ആണല്ലേ. അടുത്ത് വീടാകുമ്പോ പടക്കം പൊടിക്കണ്ട. അടുത്ത് വിടാറില്ല മെമ്പറുടെ മെമ്പറുടെ വീടാകുമ്പോ ഗുണ്ടന്നെ പൊട്ടിക്കണം. എവിടെയായിരുന്നടാ? എന്ത് പറ്റി?